ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേ പറയാത്തൊരു കാര്യം പറയാം കേട്ടോ. ഞാനത് ഇടയ്ക്കൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എനിക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കുഴക്കട്ട ഉണ്ടാക്കുന്നുണ്ടേ. വെളുപ്പിനൊരു 3-4 മണി, നമുക്ക് ഓർഡർ അനുസരിച്ചാട്ടോ. ഒരു ആവറേജ് ഒരു 100 എണ്ണം 120 എണ്ണമൊക്കെ എനിക്ക് മിക്കവാറും ദിവസങ്ങളുണ്ടാവും. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അപ്പോൾ ഈ കോവിഡിൻ്റെ ടൈമിൽ എനിക്ക് തയ്യലൊക്കെ കുറഞ്ഞു കേട്ടോ. എനിക്ക് തയ്യൽക്കട ഉണ്ടായിരുന്നു. എൻ്റെ തയ്യലൊക്കെ ശരിക്കും കുറഞ്ഞു കേട്ടോ. കുറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ട് വന്നു കേട്ടോ. എല്ലാവർക്കും വന്നല്ലോ കോവിഡിൻ്റെ ടൈമിൽ, അതുപോലെ എനിക്കും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വാപ്പായ കേട്ടോ പറഞ്ഞത്, മോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക് കുഴക്കട്ടെ. അപ്പോൾ എൻ്റെ വീട്ടിൽ പലഹാരത്തിൻ്റെ പരിപാടിയുണ്ട്. ഇഡ്ഡലി ഇടിയപ്പമൊക്കെ വാപ്പായും ഉമ്മായൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കൂടി നമുക്ക് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ഞാനിത് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 6-7 കോവിഡ്-19 ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഞാൻ ഇന്നും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തയ്യലുണ്ട്, എന്നാലും ഞാൻ ഇന്നും അത് ചെയ്യുന്നുണ്ട്, നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രാവിലെ നമുക്ക് എഴുന്നേൽക്കുകയും ചെയ്യാം, നല്ലതല്ലേ അത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ ആണെങ്കിലും നമസ്കരിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ എന്തായാലും നമ്മൾ എഴുന്നേൽക്കും. അപ്പം നമുക്കൊരു മടിയും കൂടാതെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതും ചെയ്യാം. നല്ലൊരു ദിവസം നമുക്ക് നല്ല ഫ്രഷായിട്ട് നേരത്തെ എഴുന്നേറ്റ് തന്നെ നമുക്ക് തുടങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയാട്ടോ ഞാനിത് ഉണ്ടാക്കണത്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ട് വലിയ ഉരുളിയിലിട്ടാട്ടോ ഞാനിത് ചെയ്യണേ. അതിലേക്ക് ജീരകവും ഏലക്കയും ഇടും. എന്നിട്ട് നന്നായിട്ട് അത് പതിഞ്ഞ് നല്ലൊരു കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയിട്ട് ഇളക്കി എടുക്കും കേട്ടോ. അത് പെട്ടെന്നൊന്നും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ സമയം വേണം. ആദ്യം നമ്മൾ തീ നല്ല കൂട്ടിയിട്ടിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ശർക്കര കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ശർക്കരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കണ്ടോ. ഇതുപോലെ ചില്ലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ തേങ്ങ ചിരണ്ടണത് വീട്ടിൽ തേങ്ങയുടെ ചിരണ്ടാനുള്ള മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വാപ്പായിട്ടോ ചിരണ്ടണേ. അതിന് ഭയങ്കര സ്പീഡാണേ. ഞാൻ 1-2 തവണ ചിരണ്ടി നോക്കി, പക്ഷേ എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ. അപ്പോൾ വാപ്പ ചിരണ്ടണ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ വാപ്പ എനിക്ക് ചിരണ്ടി തരും കേട്ടോ. തേങ്ങ മേടിച്ചുകൊണ്ട് ചിരണ്ടി വെക്കും, പൊടിയും മേടിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ രാവിലെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം വാപ്പ ചെയ്തോളും. എനിക്ക് സാധനങ്ങൾ കൊണ്ട് കൊടുത്തോളും. അതിൻ്റെ കാശ് മേടിക്കും. അതുപോലെ എനിക്ക് അതിനുള്ള പൊടി തേങ്ങ എല്ലാം വാപ്പ ചെയ്ത് തരും കേട്ടോ. എനിക്കിപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ മതി. എന്നിട്ട് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. അത്രയും ചെയ്യണം. പിന്നെ വെളുപ്പിന് എണീക്കണം. അത് നല്ലതാട്ടോ. എനിക്കിഷ്ടമാണ്. ഞാൻ എണീക്കാൻ മടിയുള്ള ആളായിരുന്നു. ഇപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ടാറ്റാ.